അങ്ങനെ ഒരു പണിക്കും പോകാതെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് 132 ദിവസമായി. നല്ല ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് കേട്ടോ പോകത്തെ, അല്ലാതെ മടിയൊണ്ടൊന്നുമല്ല. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അക്ഷരവിഷയം കളറടിക്കുന്ന കണ്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പോഴമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നത്, അമ്മ എന്തോ സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാൻ പോവാ, വീഡിയോ എടുക്കണമെന്ന്. ഐറ്റം വേറെ ഒന്നുമല്ല, കുമ്പളങ്ങ പുളിശ്ശേരി. മൂർച്ചയില്ലാത്ത പിച്ചാത്തി കൊണ്ട് കഷ്ടപ്പെട്ട് കുമ്പളങ്ങ പൊളിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി മാറ്റി. ഇനി വളരെ വേഗം കുനുകുനാന്നരിഞ്ഞെടുത്ത ശേഷം തൊട്ടടുത്തിരിക്കുന്ന മൺകലത്തിലേക്ക് ഇട്ടു. ഇനി ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അരിഞ്ഞിട്ടു. ആവശ്യത്തിന് കറിവേപ്പില. 3 കഷ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് 2ആയിട്ട് കീറി അതിലേക്ക് ഇട്ടു. ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നേരെ അടുപ്പിലേക്ക്. ഇത് അടുപ്പ് വരുന്ന വേകുന്ന സമയം കൊണ്ട് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കണം. അരപ്പിന് ഏറ്റവും ആദ്യം വേണ്ട സാധനം തേങ്ങ. കഷ്ടപ്പെട്ട് പൊട്ടിച്ച് ചിരകിയെടുത്ത തേങ്ങയിലേക്ക് ഇനി ഇതിൻ്റെ ആവശ്യമായ പൊടികളെല്ലാം ആഡ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഇത് രണ്ടും ഇട്ട ശേഷം ഇതൊരു മിക്സിയിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം നാടൻ തൈര്. നാടൻ തൈര് എന്നൊക്കെയാണ് കവറിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ഇനി കുമ്പളങ്ങ വന്ന ശേഷം നേരത്തെ അരച്ച് വെച്ച് അരപ്പെടുത്ത് അതിലേക്ക് ഇടുക. ഇനി മിക്സിയിലിട്ട് ഉടച്ചെടുത്ത് തൈര് ഒഴിക്കുക. ഇനിയാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. തിളച്ചു വരുന്ന എണ്ണയിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇടുക. നമ്മുടെ റെഡിയായ പുളിശ്ശേരിയിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. അങ്ങനെ അമ്മയുടെ സ്പെഷ്യൽ കുമ്പളങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.